നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പ് നമ്മുടെ തൊട്ടരികിൽ. ഒരു പ്രധാനപ്പെട്ട ടീമിൻ്റെയും, ഇനി പ്രധാനപ്പെട്ട എന്ന വാക്ക് പിടിച്ച് പ്രശ്നമാക്കേണ്ടതില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നതിനെക്കുറിച്ച്, പ്രധാനപ്പെട്ട ടീമുകളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുന്ന വീഡിയോ സീരീസ് 6ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ന്യൂസിലാൻഡ് ടീമിനെ കുറിച്ചാണ്. അവരുടെ സാധ്യത എങ്ങനെ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോട്ട് അനാലിസിസ് വീഡിയോ സീരീസിൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെട്ട് 4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. ആദ്യം നമ്മൾ ന്യൂസിലാൻഡ് ടീം നോക്കുമ്പോൾ കഴിഞ്ഞ 2022 T20 വേൾഡ് കപ്പ് എഡീഷനിൽ നിന്ന് വലിയ മാറ്റമൊന്നും അവരുടെ ഈ ഒരു സ്ക്വാഡിന് വന്നിട്ടില്ല. അതിനുശേഷം അവർ 36 T20 ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി അവരുടെ ടീം സെലക്ഷനിൽ കാണുന്നുണ്ട് എന്നർത്ഥം. മാർട്ടിൻ ഗപ്റ്റിൽ ഇപ്പം സ്ക്വാഡിലേക്ക് വന്നിട്ടില്ല, പകരം രജിൻ രവീന്ദ്രയുണ്ട്. അപ്പോൾ മാറ്റം പറയുകയാണ് നമ്മൾ കഴിഞ്ഞ സ്ക്വാഡിൽ നിന്ന്. അതുപോലെ തന്നെ മാറ്റ് ഹെൻറി ഇപ്പം റീപ്ലേസ്ഡ് ആഡം മില്ലിനെ, അത് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന് ആംഗിൾ ഇഞ്ചുറി കാരണമായതുകൊണ്ട് അദ്ദേഹം വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള 2 ചേഞ്ചസ്. കെയ്ൻ വില്യംസൺ അദ്ദേഹത്തിൻ്റെ 6ാമത്തെ T20 വേൾഡ് കപ്പ് കളിക്കാൻ വരികയാണ്. ടിം സൗത്തി ആവട്ടെ അദ്ദേഹത്തിൻ്റെ 7ാമത്തെ T20 വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നു. ട്രെന്റ് ബോൾട്ട് ആവട്ടെ 5ാമത്തെ T20 വേൾഡ് കപ്പ് കളിക്കാൻ വരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു മെഗാ ഇവൻറ്റിൽ കളിച്ച് തഴക്കവും പഴക്കവും വന്ന താരങ്ങളെയും കൊണ്ട് തന്നെയാണ് ഇത്തവണ കിവീസ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതാണ്ട് എല്ലാ മേഖലയും അവർ കവർ ചെയ്തിട്ടുണ്ട് അവരുടെ സ്ക്വാഡിൻ്റെ കാര്യത്തിൽ എന്ന് പറയേണ്ടി വരും. നോക്കാം നമുക്ക് അവരുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന്. നോക്കുക, ഫിൻ അലൻ, ഡെവൻ കോൺവോയ്, അവർ രണ്ടുപേരും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മിഡിൽ ഓർഡറിൽ വരുന്നത് രജിൻ രവീന്ദ്ര, കെയ്ൻ വില്യംസൺ, ഡാരിൽ മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ്. മികച്ചൊരു ബാറ്റിംഗ് നിര തന്നെ ഇത്തവണ ന്യൂസിലൻഡിനുണ്ട്. പിന്നെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുക, ട്രെന്റ് ബോൾട്ട് ന്യൂ ബോൾ കൊണ്ട് ഡാമേജ് ഉണ്ടാക്കും. IPL നമ്മളത് കാണുന്നതാണ്. ന്യൂ ബോൾ കൊണ്ട് വിക്കറ്റ് എടുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹോബിയാണ്. ആദ്യ ഓവർ തന്നെ വിക്കറ്റ് എടുത്ത് പോവുക എന്നുള്ളത്. പിന്നെ ടിം സൗത്തിയും കൂടാതെ 2 സ്പിന്നേഴ്സും, അതായത് മിച്ചൽ സാൻഡർ, ഇഷ്സോദി, ഈ 2 സ്പിന്നർമാരും ടിം സൗത്തിയുമായിരിക്കും മിഡിൽ ഓവറുകളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ എല്ലാ കണ്ടീഷനും പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് ലൈനപ്പ് അവർക്കുണ്ട്. പ്രത്യേകിച്ച് പിച്ച് സ്ലോവർ ആൻഡ് ലോവർ ആവും എന്നാണ് ഇത്തവണത്തെ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ വരുന്ന നിരീക്ഷണങ്ങളൊക്കെ. അങ്ങനെയെങ്കിൽ അവർക്ക് പിന്നെ നമുക്കറിയാമല്ലോ, ഡാരിൽ മിച്ചലും അതുപോലെ ഗ്ലെൻ ഫിലിപ്സും ജിമ്മി നീഷും ഒക്കെ എറിയാനുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ അവരുടെ വരുതിയിൽ നിൽക്കാൻ തന്നെയാണ് നല്ല സാധ്യത. ഇനി വീക്ക്നെസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡെത്ത് ബൗളിങ്ങിലാണ്. ഡെത്ത് ഓവറുകളിൽ ഇപ്പം ബോൾട്ട് ആണെങ്കിലും സൗത്തി ആണെങ്കിലും അത്ര ഒരു മികവ് കാണിക്കാറില്ല, നന്നായിട്ട് റണ്ണ് വഴങ്ങാറുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക്നെസ് തന്നെയാണ്. അതേസമയം ജിമ്മി നീഷം, മിച്ചൽ, ഗ്ലെൻ ഫിലിപ്സ് ഇവരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പന്തെറിയാൻ എത്തിയേക്കും. പക്ഷേ അവർക്ക് റണ്ണൊഴുക്ക് ഒരു പക്ഷേ സ്ലോ ആയിട്ടുള്ള പിച്ചിൽ തടയാൻ പറ്റിയേക്കാം. പക്ഷെ വിക്കറ്റ് ടേക്കിംഗ് എന്നുള്ളൊരു ത്രെട്ട് അവരുടെ ഭാഗത്തു നിന്ന് കാണുന്നില്ല. അതോടൊപ്പം മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. കഴിഞ്ഞ T20 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയയിലെ പോലെ ലോങ് ബൗണ്ടറീസ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഷോർട്ടർ ബൗണ്ടറീസ് ആണ്. അപ്പം ഡീപ്പിൽ ക്യാച്ച് വരിക എന്നുള്ളത് ബാറ്റർ അത്രയും മിസ്ഹിറ്റ് ചെയ്താലേ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇതൊരു കൈവിട്ട കളിയാവും. ഇങ്ങനെയുള്ള ബൗണ്ടർമാരെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്നത് അതും ഒരു വീക്ക്നെസ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. അവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു T20 വേൾഡ് കപ്പിൽ കിരീടം ചൂടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് അവർക്കിപ്പോൾ ലഭിക്കുന്നത്. അവരുടെ ഗ്രൂപ്പ് തന്നെ നോക്കുക, വെസ്റ്റ് ഇൻഡീസ്, അഫ്ഗാനിസ്ഥാൻ, യുഗാണ്ട, പാപ്പുവ ന്യൂ ഗിനിയ, ഈ ടീമുകളാണ് അവരുടെ ഗ്രൂപ്പിലുള്ളത്. അതിലിപ്പോൾ ചിലർ പറയുന്നുണ്ട് ഈ ഗ്രൂപ്പ് വളരെ കടുകട്ടിയാണെന്ന്. കാരണം 3 പ്രധാന ടീമുണ്ടല്ലോ, വെസ്റ്റ് ഇൻഡീസ്, അഫ്ഗാന്, ന്യൂസിലാൻഡ്. അപ്പോൾ 3 ടെസ്റ്റ് ടീമുകളുള്ളത് കൊണ്ട് കടുകട്ടിയാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും അത്രയധികം ബുദ്ധിമുട്ടൊന്നും ന്യൂസിലാൻഡ് അവരുടെ മികവ് പുറത്തെടുത്താൽ ഈ ഗ്രൂപ്പിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അവർ സൂപ്പർ 8ലേക്ക് തന്നെ കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പലപ്പോഴും പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ICC ട്രോഫികൾ വരുമ്പോൾ ന്യൂസിലാൻഡ് അവരുടെ ആ ഒരു പ്രകടനം ഒന്നുകൂടി അപ്പ് ചെയ്യാറുണ്ട്. അതുകൂടി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്ന് തന്നെ നമുക്ക് കരുതണം. അപ്പോൾ അവരുടെ ഓപ്പർച്യൂണിറ്റി, പിന്നെ അത് സ്ഥിരമായിട്ട് സെമി ഫൈനലിലും ഫൈനലിലും ഒക്കെ എത്തുക എന്നുള്ളത് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സെമിയും ഫൈനലും വിജയിക്കുക, അങ്ങനെ കിരീടത്തിലേക്ക് പോവുക, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്തായാലും കെയ്ൻ വില്യംസനും സംഘത്തിനും
മുന്നിലുണ്ട്. പക്ഷെ ഇതൊരു ത്രെറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇവർ കറുത്ത കുതിരകളാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇനി പറയാൻ പറ്റില്ല. ഡാർക്ക് ഹോഴ്സസ് ആയിട്ട് നമ്മൾ T20 വേൾഡ് കപ്പിൽ ന്യൂസിലാൻഡിനെ കാണേണ്ടതില്ല. അവർക്ക് മേലെ ഇപ്പോൾ പ്രതീക്ഷയുടെ ഭാരമുണ്ട്. അതൊരു ത്രെട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ സ്ഥിരമായിട്ട് വേൾഡ് കപ്പിൽ ഫൈനലും സെമിയും ഒക്കെ കളിക്കുന്നവരാണ്. നോക്കുക, 2015 വേൾഡ് കപ്പ് അവർ ഫൈനലിലേക്ക് എത്തിയിരുന്നു. 2019 നമ്മളത് കണ്ടു. T20 വേൾഡ് കപ്പിന്റെ ഫൈനൽ 2021 കണ്ടു. അപ്പൊ അങ്ങനെ വരുമ്പോൾ കിവീസ് വൺ ഓഫ് ദി മോസ്റ്റ് കൺസിസ്റ്റന്റ് ടീംസ് ആണ് ഇൻ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ. ആ രൂപത്തിൽ വേണം നമ്മൾ അവരെ ഇപ്പൊ കാണേണ്ടത്. അപ്പോൾ ഷുവർലി അവരെ സംബന്ധിച്ചിടത്തോളം ICC ട്രോഫിയിൽ അവർക്കിപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട്. അതുകൊണ്ട് അതൊരു ത്രെട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി അവരുടെ മെയിൻ 11 നമ്മൾ നോക്കിയാൽ നോക്കാം. കെയ്ൻ വില്യംസൺ, ദെൻ ഫിൻ അലൻ, ഡെവൻ കോൺവോയ്, ഡാരിൽ മിച്ചൽ, ജിമ്മി നീഷം, ഗ്ലെൻ ഫിലിപ്സ്, മിച്ചൽ സാന്റ്നർ, റിഷ് സോദി, ട്രെന്റ് ബോൾട്ട്, ടിം സൗത്തി, മാറ്റ് ഹെൻറി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു പ്രോബിൾ ലൈനപ്പ്. സ്ക്വാഡ് വിശദമായിട്ട് നോക്കിയാൽ കെയ്ൻ വില്യംസൺ, ഫിൻ അലൻ, ട്രെന്റ് ബോൾട്ട്, മൈക്കൽ ബ്രേസ്വെല്, മാർക്ക് ചാപ്മാൻ, ഡെവൻ കോൺവോയ്, ലോക്കി ഫെർഗൂസൺ, മാറ്റ് ഹെൻറി, ഡാരിൽ മിച്ചൽ, ജിമ്മി നീഷം, ഗ്ലെൻ ഫിലിപ്സ്, രജിൻ രവീന്ദ്ര, മിച്ചൽ സാന്റ്നർ, റിഷ് സോദി, ടിം സൗത്തി, ഈ താരങ്ങളുണ്ട്. കൂടാതെ അവർക്ക് ട്രാവലിംഗ് റിസർവ് ആയിട്ട് ബെൻ സേഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു സ്ക്വാഡ് നോക്കുമ്പോൾ അതിശക്തമാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവർക്ക് ഈവൻ ഫൈനലിലേക്ക് വരെ എത്താനുള്ള കപ്പാസിറ്റി ഉള്ള സ്ക്വാഡ് തന്നെയാണ്. അവരുടെ ഫിക്സേഴ്സ് നമ്മൾ നോക്കിയാൽ ആദ്യ കളി വരുന്നത് ജൂൺ 7 ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാനെതിരെ ഗയാനയിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത്. ജൂൺ 12 അവർ വെസ്റ്റ് ഇൻഡീസുമായിട്ട് ട്രിനിഡാഡിൽ വെച്ചിട്ട് ഏറ്റുമുട്ടും. ജൂൺ 14 യുഗാണ്ടയ്ക്കെതിരെ അവർ ട്രിനിഡാഡിൽ വെച്ച് കളിക്കും. ജൂൺ 17 പാപ്പുവ ന്യൂഗിനിയക്കെതിരെ അവർ ട്രിനിഡാഡിൽ വെച്ച് കളിക്കും. ഇതാണ് അവരുടെ ഒരു ഫിക്സർ വരുന്നത്, ഗ്രൂപ്പ് ഘട്ടത്തിലെ ഫിക്സർ വരുന്നത്. എന്തായാലും ഇതവണ കെയ്ൻ വില്യംസനും സംഘത്തിനും വലിയ സാധ്യതയാണ് പലരും കൽപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.